ഹലോ കൂട്ടുകാരെ, ഇത് നിങ്ങൾ ആദ്യമായിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ സാധാരണ എൻ്റെ ഓണത്തിൻ്റെ സമയത്താണ് ഈ മത്തങ്ങയുടെ തൊലിയും കായയുടെ തൊലിയും കൂടി ഒന്നിച്ച് നമുക്ക് തേങ്ങയിട്ട് വയ്ക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മെഴുക്കുവരട്ടി പോലെ വയ്ക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളത് കഴിക്കണം, നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നില്ലെങ്കിൽ കുരുരാന്ന് അരിഞ്ഞെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോപ്പറിലിട്ട് പൊടിച്ചെടുക്കാം. ഞാൻ ഇതിനകത്ത് ചോപ്പറിലിട്ടാണ് പൊടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാനുണ്ടല്ലോ മെഴുക്കുവരട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു 10 കുഞ്ഞുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 5 അല്ലി, കുഞ്ഞതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എടുക്കാം. ഞാൻ മെഴുക്കുവരട്ടി പോലെ വെക്കുന്നുണ്ടാണ് വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തോരനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെളുത്തുള്ളിയുടെ ഇത്രയും ആവശ്യമില്ല. കുഞ്ഞുള്ളി എടുത്തേച്ചാൽ മാത്രം മതി. അതിനനുസരിച്ച് പച്ചമുളക് കാര്യങ്ങൾക്കും തേങ്ങയും ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതിനായിട്ട് തേങ്ങയുടെ ആവശ്യമില്ല. അപ്പം നമുക്ക് ബാക്കി പ്രൊസീജിയറിലേക്ക് പോകാം. അപ്പം ഞാൻ ഇതൊക്കെ മത്തങ്ങയും ചോപ്പറിലിട്ടിടുന്നുണ്ട്, കായും ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും അതേപോലെ തന്നെ ഞാൻ ചോപ്പറിലിട്ട് എടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്കിത് ചതച്ചെടുക്കാം, ഇത് കുഞ്ഞുള്ളി അരിയുന്നവർക്ക്. ഇനി നമുക്ക് ബാക്കി പ്രൊസീജിയറിലേക്ക് പോകാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മതി, നമുക്കധികം വേണ്ട. ചൂടാവട്ടെ. ഇത് ഞാൻ ഓണത്തിനുണ്ടാക്കുന്നതിൻ്റെ കാരണം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മത്തങ്ങയും കായൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ആ സമയത്താണല്ലോ. അല്ലാതെ നമ്മൾ ഒന്നിച്ചെടുക്കാറില്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ സാമ്പാറിനൊക്കെ നമുക്ക് ഇച്ചിരി കായം മതി, മത്തങ്ങയ്ക്ക് ഇച്ചിരി കായം മതി. അപ്പോൾ ഈ ഓണത്തിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് മത്തങ്ങയും കായൊക്കെ കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ട് നമുക്കിതിൻ്റെ തൊലികൾ നമുക്ക് കിട്ടും. അതാണ് ഞാൻ ഓണത്തിനായിട്ട് മാത്രം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത് പലരും ചെയ്യുന്നവരുണ്ടാവും. ഞാൻ മത്തങ്ങ മാത്രമായിട്ട് ചെയ്തേക്കുന്നുണ്ട്, കായ മാത്രമായിട്ട് ചെയ്തേക്കുന്നുണ്ട്. ഇത് മത്തങ്ങ തൊലിയും കൂടി ഒന്നിച്ച് ചെയ്തിട്ടുള്ളവർ കമൻറ്റ് ചെയ്തൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ലായിരിക്കും നിങ്ങളുണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്ത് തന്നെ അറിയിച്ചാൽ സന്തോഷമായിരിക്കും. എനിക്കും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പം നമ്മുടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ അതേ ഒരുമാതിരി പയ്യെ മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണോ മതി നമ്മുടെ ചതച്ച മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ശരിക്കും നമുക്കൊന്ന് മൂത്ത് വരട്ടെ. ഇതിനകത്തേക്ക് നമുക്ക് വെള്ളത്തിൻ്റെ തീരെ ആവശ്യമില്ല കേട്ടോ. അതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം തന്നെ മതി. ഞാൻ ഈ അരപ്പിന് വേണ്ടിയിട്ട് മാത്രം ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ചതച്ച പാത്രമാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം, അത് നമ്മൾ അരപ്പിന് വേണ്ടി മാത്രം. ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ആദ്യം കുറച്ചിട്ട് കൊടുക്കാം, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മത്തങ്ങയും കായും ഇട്ട് കൊടുക്കാം. മത്തങ്ങയല്ല, മത്തങ്ങയുടെ തൊലി കേട്ടോ. ഇതിനെ ഇനി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ കറി എന്തായാലും നോക്കണ്ടേ. ഇതൊന്ന് ഇടയ്ക്ക് കൊടുക്കണം കേട്ടോ. നമ്മൾ തീരെ വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് അടിക്ക് പിടിക്കാനായിട്ട് ഭയങ്കര ചാൻസ് ഉണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ മത്തങ്ങയും കായൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട് കേട്ടോ. അതിനൊന്നും അത് തൊലി ആയതുകൊണ്ട് അധികം വേവില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. അപ്പോൾ അതോടുകൂടി നമ്മുടെ
കറി റെഡി ആയിട്ടുണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആയാലും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ സാധാരണ ഇട്ട് കൊടുക്കാറില്ല, പക്ഷേ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 1.5 പിടി തേങ്ങ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുതെ നമ്മുടെ കുഞ്ഞുള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ചതച്ചിട്ടേക്കുന്നതിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുന്നേ. കണ്ടോ, ഇതിപ്പോൾ ഒരു തോരൻ എന്ന് തന്നെ പറയാം. സാധാരണ തോരനകത്ത് നമ്മൾ ചുവന്ന മുളകല്ല ഇടുന്നത്, പച്ചമുളകാണ് ഇടുന്നത്. ഇതിപ്പോൾ ഇത് കണ്ടോ. അപ്പോൾ എൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മത്തങ്ങ തൊലിയും കായത്തൊലിയും കൂടിയും വെച്ചിരിക്കുന്ന ഒരു മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ ഒരു തോരൻ.